നമ്മൾ ഉച്ചയൂണ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കുമല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിപ്പം ഓമക്കായ എടുത്തിട്ടുണ്ട്. ഓമക്കായുടെ കുരുവും തൊലിയും ഒക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ കുഞ്ഞുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് കടുക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളിയാണ്. പിന്നെ ചോറ് ഇത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കൈപ്പയ്ക്ക അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതുകൊണ്ടാണ് എപ്പോഴും ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചതിന് ശേഷം കുക്ക് ചെയ്യണത്. അപ്പം കൈപ്പയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സവാളയും അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒഴിച്ചുകറി വെക്കുന്നത് തക്കാളിയും പരിപ്പും കൂടി ഇട്ടിട്ടാണ്. അപ്പം അതിനുള്ള തക്കാളിയും നന്നായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു കുഞ്ഞ് സവാളയും പച്ചമുളകും നമ്മുടെ മുട്ട വറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പച്ചമുളകും അതുപോലെ സവാളയിലോട്ട് കുരുമുളക് പൊടിയും ഉപ്പും മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മുട്ട എടുക്കുന്നുണ്ട് ഞാൻ. ഇത് നന്നായിട്ട് കലക്കി എടുത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞു. അപ്പം അതിനെയും ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതുണ്ടല്ലോ ഓമക്കായ, അത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട്. അതുപോലെ ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക ചെയ്യണത്. ഇത് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ തക്കാളി കറി ഉണ്ടാക്കാനുള്ള തക്കാളിയിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇത് പിന്നെ ഇതും അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മൾക്ക് ജീരകവും തേങ്ങയും കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തക്കാളിയൊക്കെ സോഫ്റ്റായതിന് ശേഷം നമ്മൾക്ക് പരിപ്പ് വേവിച്ചത് കൊട്ടാം. അപ്പോൾ ഉപ്പ് പരിപ്പിലും ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഉപ്പൊക്കെ അതിനനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് ഏതിലാന്ന് വെച്ചാൽ വേണ്ടതൊക്കെ എക്സ്ട്രാ ഇടാം. പരിപ്പിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അരപ്പും കൂടെ ചേർക്കുക. ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണയിലോട്ട് കടുക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് കൊട്ടുക. അപ്പോഴേക്കും നമ്മുടെ തക്കാളി കറി റെഡിയായി. ഇനിയിപ്പം ഓമക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം വെള്ള കളറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെ ഇരിക്കുന്നത്. അപ്പോൾ അത് കടുക് താളിച്ചെടുക്കണം. അതിലോട്ട് കടുകും കുഞ്ഞുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതുണ്ടല്ലോ ചില്ലി ഫ്ലേക്സ്, അതാണ് ഇടുന്നത്. കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഓമക്കായ ഇതിലിട്ട് കൊട്ടുക. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓമക്കായ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് കൈപ്പയ്ക്ക വറുക്കാനാണ്. അപ്പോൾ അത് വെളിച്ചെണ്ണയിലോട്ട് ഉള്ളിയും അതുപോലെ കൈപ്പയ്ക്കയും കൂടെ ഇട്ട് ഒരുമിച്ചിടുക. കറിവേപ്പില ഇടുന്നുണ്ട്. ആവശ്യത്തിന് പിന്നെ ഉപ്പ് ഇടണം നമ്മൾക്ക്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വറുത്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണിത്. ഇതിപ്പോൾ നമ്മൾക്ക് വേവുന്ന വരെ ആണെങ്കിൽ അത്രയും വറുത്തെടുത്താൽ മതി. ഇല്ല കുറച്ചുകൂടെ നല്ലപോലെ ഇങ്ങനെ മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം കുറച്ച് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ മുട്ടയും കൂടിയിട്ടാണ് പൊരിച്ചെടുക്കാനുള്ളത്. അത് ഏറ്റവും ലാസ്റ്റ് പൊരിച്ചെടുക്കണം നല്ലത്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ തന്നെ ഒലിവ് ഓയിലാണ് ഞാൻ മുട്ട പൊരിച്ചെടുക്കുന്നത്. ഇത് പിന്നെ ആരുടെ അടുത്തും പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണ് മുട്ട പൊരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ഉച്ചയൂണിനുള്ള എല്ലാ പരിപാടികളും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഊണ് വിളമ്പിയതിന് ശേഷം കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അത്രയ്ക്കാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഉപ്പേരിയും അതുപോലെ കറിയും ഒക്കെയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൈഡിൽ ഇച്ചിരി അച്ചാറും കൂടെ ബാക്കി ഉണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഊണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് എൻ്റെ ഇവിടെ വരെ കണ്ടതല്ലേ. ബൈ.